ഡോക്ടർ ഹരി, ടി ജി പറഞ്ഞതുപോലെ വിജയനും ഗോവിന്ദനും ഇത് രാഷ്ട്രീയമാണ്. പക്ഷേ എങ്കിലും സി പി എമ്മിൻ്റെ വോട്ടുകളിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളുടേതല്ലേ? ആ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇവർ തിരിച്ചറിയാതെ പോകുന്നത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ടി ജി പറഞ്ഞ ഒരു കാര്യത്തിലൊരു ചില കാര്യങ്ങൾ എൻ്റെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ടി ജി പറഞ്ഞത് NSSുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം, അല്ലെങ്കിൽ NSSൻ്റെയും SNDPയുടെയും വേദികളിൽ രാഷ്ട്രീയക്കാരെ മാത്രം വിളിക്കുന്നു എന്നൊരു അഭിപ്രായം അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞതാണ്, ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മന്നം ജയന്തി സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ആ ദിവസം ചങ്ങനാശ്ശേരിയിലെ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലിൽ ഏറ്റവും അവസാനമായി ഇപ്പോൾ നടന്നത് 148ാമത്തെ ജയന്തി സമ്മേളനമാണ്. അതിന് മുന്നോടിയായി 147ഉം 145ാമത്തെയും ഒക്കെ നടന്നു. അതിനകത്ത് 2021 നമുക്കറിയാവുന്നതുപോലെ കോവിഡ് കാരണം അത് വിപുലമായ പരിപാടികളാകാതെ ആഘോഷങ്ങളെല്ലാം നടന്നു. 2 ദിവസത്തെ സമ്മേളനമാണ് നടക്കുന്നത്. ഒന്ന് പ്രതിനിധി സമ്മേളനം, ഒന്നാം ദിവസം പ്രതിനിധി സമ്മേളനം പൂർണ്ണമായി NSSൻ്റെ നേതാക്കന്മാർ മാത്രം പങ്കെടുക്കുന്ന പരിപാടിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഞാനൊന്ന് അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്, എന്നാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് 145ാമത് ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപ്പൊളിത്ത മാർ ജോസഫ് പെരുന്തോട്ടമായിരുന്നു. അദ്ദേഹമാണ് ആ യോഗം അന്നത്തെ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. അതിൽ സി രാധാകൃഷ്ണൻ, നോവലിസ്റ്റ്, അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനന്ന് ഓർക്കുന്നു, അദ്ദേഹത്തിനൊരു വലിയ അദ്ദേഹത്തെ ആ വേദിയിൽ വെച്ച് ബഹുമാനായ ജനറൽ സെക്രട്ടറി മനോഹരമായ ഒരു അദ്ദേഹത്തെ ശ്രീ മന്നത്ത് പത്മനാഭൻ്റെ ചിത്രമാലേഖനം ചെയ്തിട്ടുള്ളൊരു മാല അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്ത്, അദ്ദേഹം ഒരു പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സമ്മാനിച്ചിരുന്നു. അന്നത്തെ ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ MKC നായർ ആ യോഗത്തിൽ പങ്കെടുത്തായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് 145ാമത്തെ ജയന്തി സമ്മേളനമാണ്. ഞാൻ 146ാമത്തെ ജയന്തി സമ്മേളനത്തിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ അന്നത് ഉദ്ഘാടനം ചെയ്തത് എഴുത്തുകാരൻ ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂരാണ്. അദ്ദേഹത്തെ നമ്മൾ അന്ന് ഞാൻ ഓർക്കുന്നു, അന്നത് ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഇദ്ദേഹത്തെ ഇവിടെ വിളിച്ചത് രാഷ്ട്രീയക്കാരനായിട്ടല്ല, അദ്ദേഹത്തെ ഇവിടെ വിളിച്ചത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഈ സമുദായ അംഗം എന്ന നിലയിലാണ് അദ്ദേഹത്തെ വിളിച്ചത് എന്നതാണ്. അന്ന് അവിടുത്തെ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ളത് മുൻ DGP ആയിട്ട് അലക്സാണ്ടർ ജേക്കബാണ് NSSൻ്റെ ആ സമ്മേളനത്തിൽ. കാരണം ഞാനത് അവിടെ പങ്കെടുത്തത് കേൾക്കുന്നതുകൊണ്ട് എനിക്കറിയാം, കൃത്യമായിട്ടുള്ള എൻ്റെ ഓർമ്മ ഇതാണ്. ഏറ്റവും അവസാനത്തെ സമ്മേളനം, അതിനു മുമ്പ് വീണ്ടും ഒരു സമ്മേളനമുണ്ടായി, അത് കഴിഞ്ഞിട്ടൊരു സമ്മേളനമുണ്ടായി. അതിനകത്ത് അത് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വമുള്ള സി രാധാകൃഷ്ണൻ, അന്ന് NK പ്രേമചന്ദ്രനാണ്, MP ആണ്. ആ 147ാമത്തെ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ആണ് അന്ന് മുഖ്യ പ്രഭാഷണം അവിടെ നടത്തിയതാണ് എൻ്റെ ഓർമ്മ. ഇത്തവണ 148ാം സമ്മേളനം നടക്കുമ്പോൾ NK പ്രേമചന്ദ്രൻ എനിക്കൊപ്പം വേദി താഴെ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഉണ്ട്. അവരെല്ലാം സ്ഥിരമായി അവിടെ വരുന്നതാണ്, എന്നെപ്പോലെ ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട്. അല്ല ഡോക്ടർ ഹരി, ഇപ്രാവശ്യം പലരും പറഞ്ഞു KPCC സമ്മേളനം നടന്ന പോലെ ഉണ്ടായിരുന്നു. അല്ല, ഒന്നുമില്ല, അതൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ, ഞാൻ കാണുന്നതല്ല. എൻ്റെ അഭിപ്രായം പറയാമല്ലോ. അപ്പോൾ ടിജിയുടെ അഭിപ്രായം പറയാം, എനിക്ക് എൻ്റെ അഭിപ്രായം. 148ാമത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയെ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം ഞാൻ അതേപടി പറയുകയാണ്. ഞാൻ ഇവിടെ ഇദ്ദേഹത്തെ ക്ഷണിച്ചത്, അദ്ദേഹത്തിന് പല പോസ്റ്റുകളുണ്ട്. KPCC പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു, ഇപ്പോൾ അദ്ദേഹം MLA ആണ്. പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തല ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഈ സമുദായത്തിലെ ഒരു അംഗം എന്ന നിലയിൽ ആണ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. വളരെ കൃത്യമാണ് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. എനിക്ക് എൻ്റെ വിയോജിപ്പ് പറയാമല്ലോ. സോഷ്യൽ മീഡിയയിൽ വന്ന കമൻസുകളാണ് പറഞ്ഞത്. അല്ല, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ വരുന്നില്ല, ഇത് പുതിയ കാര്യമൊന്നുമില്ല, സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം, ടിജിയുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം. കാരണം ഞാനിത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അവിടെ രാഷ്ട്രീയക്കാരെ അല്ല വിളിച്ചിട്ടുള്ളത്. അവിടെ വിളിച്ചിട്ടുള്ളതൊക്കെ സാമൂഹ്യ സാംസ്കാരിക. ഞാനിവിടെ പെരുന്തോട്ടം പിതാവ് എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിനുള്ളത്? സി രാധാകൃഷ്ണൻ എന്ത് രാഷ്ട്രീയമാണുള്ളത്? അലക്സാണ്ടർ ജേക്കബിൻ്റെ രാഷ്ട്രീയം എന്താണ്? അല്ല, അങ്ങനെയുള്ളവരെ വിളിക്കണം എന്നാണ്. അല്ല, പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അതാണ്. അപ്പോൾ അവിടെ ഡോക്ടർ ശശി തരൂരിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോടെ അദ്ദേഹം വിമർശന ബുദ്ധിയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയല്ല NSS വിളിക്കുന്നത്. അത് NSS വിളിക്കുന്നത് വളരെ കൃത്യമായി ഇങ്ങനെയുള്ളൊരു സാമൂഹ്യ കാര്യങ്ങൾ വെച്ചിട്ട്, അല്ലാതെ നാളെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായ രമേശ് ചെന്നിത്തലയുടെ സഹായമോ അല്ലെങ്കിൽ VD സതീശൻ്റെ സഹായമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ സഹായം കൊണ്ടല്ല NSS ഇതുവരെ പ്രവർത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ ആരുടെയും സഹായമൊന്നും അവർക്ക്
ആർക്കും വേണ്ട. Yes. NSSന് കൃത്യമായ നിലപാടുകളുണ്ട്. അത് എല്ലാ കാലത്തും രാഷ്ട്രീയത്തിനതീതമായി NSS ആ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനൊപ്പം കേരളത്തിലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പിന്നീട് പോകേണ്ടി വന്നിട്ടുണ്ട്. അത് സംശയമൊന്നുമില്ല. ശബരിമലയിൽ അഭിപ്രായം ആദ്യം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയല്ല, ഞാൻ കോൺഗ്രസിൻ്റെ ലെവലിൽ തന്നെ പറയുക, BJP അല്ല, ഏതെങ്കിലും ഒരു സംഘടന കേരളത്തിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനകത്ത് ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായം സ്വീകരിച്ചതിൻ്റെ പിന്നിൽ NSSൻ്റെ നിലപാടാണെന്ന് ഞാനിവിടെ പരസ്യമായി പറയുമെങ്കിലും രഹസ്യമായി എല്ലാവരും സമ്മതിക്കും. അതിന് സംശയമുണ്ടോ ആ കാര്യത്തിൽ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് NSSനെ എല്ലാവർക്കും ആരെയും വിമർശിക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വിമർശനത്തിനകത്ത് ശരിയുണ്ടോ, അത് തെറ്റായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ടാണ്, ആ വിമർശനം ശരിയല്ല TG പറഞ്ഞതെന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ പറയാനുള്ള കാരണം. ഞാൻ ഉദാഹരണ സഹിതമാണ് പറഞ്ഞത്, ഞാൻ അത് തെളിവ് സഹിതമാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പെരുന്തോട്ടം പിതാവ് മുതൽ രമേശ് ചെന്നിത്തല വരെ എടുക്കുമ്പോൾ അവിടെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടല്ല. എന്നിട്ട് അദ്ദേഹം ആ വേദിയിൽ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി പറഞ്ഞു, നാളെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയതുകൊണ്ട് NSSന് എന്ത് നേട്ടമുണ്ട് എന്നൊന്നും നോക്കിയിട്ടൊന്നുമല്ല. NSSന് ഒരു നേട്ടവും വേണ്ട, ഒരു നേട്ടവും ചോദിച്ചിട്ടില്ല. ഞാൻ നേരിട്ടുള്ള 1-2 അനുഭവങ്ങൾ എനിക്കുണ്ട്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിനോട് എടുത്ത നിലപാടുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിനോട് വിമർശന ബുദ്ധിയെ പറഞ്ഞിട്ടുണ്ട്, മാണി സാറിനോട് വിമർശന ബുദ്ധിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു രാഷ്ട്രീയവും, ആ രാഷ്ട്രീയം CPMനോട് എടുത്തിട്ടുണ്ട്. പിണറായി മുഖ്യമന്ത്രിയിൽ തെറ്റ് കാണുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വിമർശിക്കും. അത് പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രിയെ വിമർശിക്കും. പ്രധാനമന്ത്രിയെ വിമർശിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നത് മോദി എടുത്ത നിലപാടിനെ വിമർശിച്ചിട്ടുണ്ട്. അത് രമേശ് ചെന്നിത്തലയെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും വിമർശിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ മാത്രമേ വിമർശിക്കുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും വൈരാഗ്യമുള്ളതുകൊണ്ടല്ല. ഞാൻ ഈ കേട്ട കാര്യമാണ് കേട്ടോ TG പറഞ്ഞല്ല, ഞാനിപ്പോൾ ഒരു പ്രത്യേകമായ താല്പര്യമെടുത്ത് പറഞ്ഞ അതല്ല, ഇത് യാഥാർത്ഥ്യമായുണ്ടോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് TG പറഞ്ഞ ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. രാഷ്ട്രീയക്കാരുടെ ഒരു വേദിയായിട്ട് അതിനെ മാറ്റിയിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അവിടെ അനിൽ പറഞ്ഞതിനും കൂടി എനിക്ക് മറുപടി പറയാനുണ്ട്. അവിടെ ഒരു കോൺഗ്രസിൻ്റെ മാത്രമല്ല, ആർക്ക് വേണമെങ്കിലും വരാന്നേ. നിങ്ങളെവിടെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? അവിടെ വന്ന് പുഷ്പാർച്ചന ചെയ്യാനും അവിടെ വന്ന ആ ദിവസം അവിടെ വന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനും നിങ്ങൾ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് വരരുതെന്ന്? ആരും പറഞ്ഞിട്ടില്ല. ഇന്നവരെ ഞങ്ങൾ കോൺഗ്രസ്സുകാർ പോകുന്നു, അതിനിപ്പോൾ എന്താ കുഴപ്പം? നമ്മുടെ വിഷയം അതല്ല. അല്ല, TG ആ വിഷയം ഞാൻ വിചാരിച്ചത് ഇപ്പോൾ സനാതന ധർമ്മത്തെക്കുറിച്ച് TG പറയുന്നതാണ്. പക്ഷേ TG പറഞ്ഞത് NSSനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് എനിക്ക് മറുപടി പറയേണ്ടത്. അതുകൊണ്ടാണ്. അല്ല, ഇവന്മാരുടെ പറച്ചിൽ കേട്ടാലേ ഇവർക്ക് ഹിന്ദുക്കളുടെ വോട്ടുകൾ വേണ്ട എന്നാണല്ലോ. അല്ല, അത് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ കോൺഗ്രസ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ഹിന്ദുവിൻ്റെ വോട്ട്, ക്രിസ്ത്യാനിയുടെ വോട്ട്, ഈ മുസ്ലിമാൻ്റെ വോട്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് ലഭിക്കണം. അതിനകത്ത് രാഷ്ട്രീയം ജനാധിപത്യത്തിൽ കൊണ്ടുവരരുത്. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ ഞാൻ പറയുന്നതിനോട് യോജിക്കുമായിരിക്കും. ജനാധിപത്യ പരിപാടിയിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഇപ്പം ഞാനിവിടെ എനിക്ക് TGയുടെ കാര്യം അറിയില്ല, രാഹുൽ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണെന്ന് എനിക്കറിയാം. രാഹുൽ പോയ പല അമ്പലങ്ങളിലുമൊക്കെ ഞാൻ പോയ പല സ്ഥലത്തും രാഹുലിനെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഞാനും ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ആസാമിൽ കാമാഖ്യ ക്ഷേത്രത്തിലാണ് ഞാനും രാഹുലും. ഒരുപക്ഷെ ഒരു വളരെ യാദൃച്ഛികമായി ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് വരികയാണ്, ചേട്ടാ എനിക്കും അങ്ങോട്ടൊന്ന് പോകണം, ഞാൻ വേണ്ടെന്നുള്ള സംവിധാനങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പോലെയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് അവിടെ പോകാൻ വലിയ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതൊക്കെ ഞങ്ങളുടെ സ്വകാര്യമാണ്. ഈ രാഷ്ട്രീയത്തിനകത്തേക്ക് നിങ്ങൾ ഈ മതത്തെ കൊണ്ടുവരരുത്. ദയവ് ചെയ്ത് രാഷ്ട്രീയത്തിനും മതവും നിങ്ങൾ കൂട്ടിച്ചേർക്കരുത്. BJP ചെയ്യുന്ന ഏറ്റവും വലിയ മോശം പരിപാടി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയമായി രാമനെയും കൃഷ്ണനെയും ഒക്കെ ഈ ഇലക്ഷൻ്റെ സമയത്ത് കൊണ്ടുവരുന്നതാണ് പ്രശ്നം. അവിടെ നിങ്ങൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പ്രസംഗിക്കുന്നേ. നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ പട്ടിണിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ, ഇൻഫ്ലേഷനെക്കുറിച്ച് ചർച്ച ചെയ്യൂ, നിങ്ങൾ ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യൂ. അതിന് പകരം നിങ്ങൾ രാമക്ഷേത്രം, ആ അമ്പലത്തിൽ ആ പള്ളിയുടെ അടിയിൽ ഇത് കിടക്കുന്നു, അതിനെ തോട്ടിയും കൊണ്ടുവരിക, അതൊന്നും നമുക്ക് ഭൂഷണമല്ല. ഒരു ജനാധിപത്യ രാജ്യത്തിന് അതൊരിക്കലും ഗുണകരവുമാകില്ല. അല്ല, അങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് ഇവർക്ക് വിരളി പിടിച്ചിരിക്കുന്നത്. അല്ല, മേ ബി ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആവാം. ചിലപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഈ BJP പോലെ അവർ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഇനി വോട്ട് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് CPMൻ്റെ ചില ആളുകൾക്ക്, ബുദ്ധിജീവികൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിപ്പം ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ BJPക്ക് ചില വോട്ടുകൾ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവും. തെറ്റ്. അവരെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം എന്താ? കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം. കമ്മ്യൂണിസം ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസവും പറഞ്ഞാണ്, ഇത് ഒരു കാലഘട്ടത്തിൽ പോലും ഒരിടത്ത് പോലും ഒരു വ്യക്തിക്ക് പോലും ഇത് വിജയിച്ചതായിട്ട് കണ്ടെത്തിയിട്ടില്ല. അവർ മുന്നോട്ട് വെക്കുന്ന ആശയം ഒരു സ്ഥലത്തും ലോകത്തൊരിടത്തും ആകപ്പാടെ മിച്ചമുള്ളത് കേരളത്തിൽ മാത്രമാണ്. ഈ ലോകത്ത് ആ കേരളത്തിൽ പോലും ഇത് വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ്? പിന്നെ ഇതിനകത്ത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം കൊണ്ടല്ല, അതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായനിധി സംഘം പോലെ ഇവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് കുറേ ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവർ വിജയിച്ച അധികാരത്തിൽ വന്നു. പിന്നെ കഴിഞ്ഞ തവണ കോവിഡ് അവരെ സഹായിച്ചിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അനിലെ, ഈ സനാതനധർമ്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവനവൻ്റെ വ്യക്തിപരമായ എൻ്റെയും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അനിലിൻ്റെ അടക്കം അല്ലെങ്കിൽ രാഹുലിൻ്റെ അടക്കമൊക്കെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നങ്ങളെ എടുത്തിട്ട് അലക്കി വെറുതെ വഷളാക്കി മോശപ്പെടുത്തി അതിനെ ഇല്ലാതാക്കി അതിൻ്റെ വിശ്വാസികൾക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകരുത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ രാഷ്ട്രീയം പറയുന്നേ, ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നില്ല കൃത്യമായിട്ട്, അതുപോലെ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറാകണം. കേരളത്തിലെ കമ്മ്യൂണിസത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം പറയാൻ തയ്യാറാവണം. BJP ചെയ്യുന്നത് പോലെ ഇത്തരത്തിലുള്ള മതവിശ്വാസങ്ങളിൽ പിടിച്ച് രാഷ്ട്രീയം അധികാരത്തിലിരിക്കാം എന്ന് കരുതരുത്. തെറ്റായ മൗഢ്യമായ ധാരണയാണ്. കുറച്ചു കാലമൊക്കെ ആളുകൾ അത് വിശ്വസിക്കും, എല്ലാ കാലത്തും ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. അവർ നിങ്ങൾക്കെതിരെ പ്രതികരിക്കും. അല്ല, എല്ലാവരും മതവും രാഷ്ട്രീയമൊക്കെ കൂട്ടിക്കലർത്തുന്നു. അല്ല, ഞങ്ങൾ ആരും ഇതുവരെ, ഞാൻ ചോദിക്കട്ടെ, ഇല്ല, അത് അനിലിന്റെ അഭിപ്രായമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ഇതുവരെയും തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണിത്. അല്ല, അതെന്തുകൊണ്ടാണ്? അവിടെയാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഇത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ചിന്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും വന്നത്? 3-ാം തവണയും മോദി അധികാരത്തിൽ വന്നത് രാഷ്ട്രീയം കൊണ്ടല്ല, അല്ലെങ്കിൽ വികസനം പറഞ്ഞിട്ടല്ല, പറഞ്ഞത് രാമൻ്റെയും അതോടൊപ്പം തന്നെ കൃഷ്ണൻ്റെയും മധുരയുടെയും ഒക്കെ കാര്യം പറഞ്ഞിട്ടാണെന്നൊരു തോന്നൽ അവർക്ക് എങ്ങനെയോ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നിങ്ങൾ അതിനെ കുറച്ചുകൂടി അതിനെ ഉറപ്പിച്ചു കൊടുക്കുകയാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയം ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ പട്ടിണിപ്പാവങ്ങൾക്ക് എന്തെങ്കിലും ഈ രാജ്യത്ത് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ഓക്കെ.